മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും മൂക്കിൽ ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ കാഴ്ച നഷ്ടപ്പെട്ടതായി പരാതി. അഞ്ചരക്കണ്ടി മായാമങ്കണ്ടി ഹൌസിൽ ടി രസ്നിക്കാണ് മൂക്കിന്റെ ദശവളർച്ചയ്ക്ക് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ വലതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകി. ഒക്ടോബർ 24-നായിരുന്നു 3 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയ. ഇതിന് പിന്നാലെ കണ്ണിന് മങ്ങൽ വന്നിട്ടുണ്ടെന്ന് രസ്ന ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നീർക്കെട്ട് കൊണ്ടാണെന്നും 2 ദിവസം കൊണ്ട് ശരിയാകുമെന്നും അറിയിച്ചു. പിന്നീട് വലതു കണ്ണും അതിന്റെ ചുറ്റും ചുവന്നു തൊടുത്തതോടെ ഡോക്ടർമാർ നേത്രരോഗ വിദഗ്ധരെ കാണാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ണിന്റെ റെറ്റിനയിലേക്കുള്ള ഞരമ്പിന് ശസ്ത്രക്രിയാ സമയത്ത് ക്ഷതമേറ്റ് രക്തപ്രവാഹം തടസ്സപ്പെട്ടതായി മനസ്സിലായി. ഉടനെ ചികിത്സ നൽകണമെന്നും നേത്ര ചികിത്സാ വിദഗ്ധർ നിർദ്ദേശിച്ചു. വീണ്ടും മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ രക്തം കട്ടപിടിച്ചത് അലിയിക്കാൻ കുത്തിവയ്പുമെടുത്തു. 2 ആഴ്ച കൊണ്ട് കാഴ്ച തിരിച്ചുകിട്ടുമെന്നാണ് പറഞ്ഞത്. പിറ്റേന്ന് രാത്രിയായിട്ടും മാറ്റമില്ലാതായതോടെ ഡിസ്ചാർജ് ചെയ്ത് കോയമ്പത്തൂരിലെ ആശുപത്രിയിലെത്തി പരിശോധിച്ചു. അപ്പോഴാണ് വലതു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയത്. ചികിത്സിച്ച് പഴയ രൂപത്തിലാക്കാൻ കഴിയില്ലെന്നും വലതുമൂക്കിന്റെ വശത്തേക്കുള്ള കണ്ണിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതായും ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതിയുടെ ഭർത്താവ് കെ ഷജിൽ പറഞ്ഞു. നമ്മൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ 7-ാം തീയതി 7-10 കാണിക്കാൻ വേണ്ടി പോയി. അവരും പറഞ്ഞത് ഇത് ദശവളർച്ചയാണ്, അത് ശരിയാക്കണമെങ്കിൽ ശസ്ത്രക്രിയ വേണം എന്ന രീതിയിലാണ് അവർ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അവിടെ പ്രിയദർശിനി മേഡത്തിനെയാണ് കാണിച്ചത്. അവർ 23-10 അഡ്മിറ്റാകാൻ പറയുകയും 24-ാം തീയതി സർജറി ചെയ്ത് പുറത്തിറങ്ങിയ ഉടനെ ഡോക്ടർ നമ്മളെ സമീപിക്കുകയും നമ്മളോട് പറഞ്ഞു ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജ്യോതിസിൽ പോകണം എന്ന് പറഞ്ഞ് ആംബുലൻസും അവിടെ തന്നെ ഏർപ്പാടാക്കി തന്നു. നമ്മൾ ഉടനെ പള്ളിക്കുന്ന് ജ്യോതിസിൽ പോയി. അവിടെ നിന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബ്ലോക്കാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഹെപ്പാരൻ എന്ന മരുന്ന് ബ്ലോക്ക് അലിയിച്ച് കളയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. നമ്മൾ എന്നിട്ട് 5 മണിക്കൂറിനുള്ളിൽ തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുകയും ഹെപ്പാരൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ വലത് കണ്ണ് ഒരു ഭാഗത്തേക്ക് തെന്നി വരുന്നത് നമുക്ക് ശ്രദ്ധയപ്പെട്ടു. ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ സംസാരിച്ച് നിർബന്ധിച്ച് അവരൊന്ന് ഡിസ്ചാർജ് വാങ്ങിക്കുകയും അരവിന്ദ് പോയി കോയമ്പത്തൂർ അരവിന്ദ് പോവുകയും അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് ശസ്ത്രക്രിയയിൽ വന്ന ഫാൾട്ടാണ്, അത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഞരമ്പിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടിയും ചെയ്യാൻ പറ്റും, ഡാമേജ് സംഭവിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് തരുകയും ചെയ്തു. നമ്മളുടനെ എന്നിട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ PROവിനും ഡോക്ടർമാരെ സമീപിച്ച് നമ്മൾ കാര്യങ്ങൾ പറയാൻ പോയപ്പോൾ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് വളരെ ധിക്കാരപരമായ മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തോ നഷ്ടപരിഹാരം വാങ്ങിക്കോ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. പിതാവ് രാജൻ, സഹോദരൻ ശ്രീജിത്ത്, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രമേശൻ, CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി മെമ്പർ K രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.